ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ദ്രവ്യവും പിണ്ഡവും എന്ന സബ്ജക്റ്റിനെ കുറിച്ച് PSCക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. പ്രിലിമിനറി എക്സാമിന് എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നതാണ് ഈ ദ്രവ്യവും പിണ്ഡവും. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ദ്രവ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം. എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം. നമുക്കിപ്പോൾ ആലോചിക്കാവുന്നേ ഉള്ളൂ, ഏതൊരു സാധനം വെക്കാൻ നമുക്ക് സ്ഥലം വേണം. പിന്നെ ഇപ്പോൾ ഒരു കല്ലും നമ്മളെടുത്ത് ആ കല്ല് വെക്കാൻ സ്ഥലവും വേണം, കല്ലിന് നല്ല ഭാരവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഭാരവും അത് വെക്കാൻ സ്ഥലം ആവശ്യമായ എന്തിനേയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയാം. അടുത്തത് നമുക്ക് എന്താ, ദ്രവ്യവും പിണ്ഡവും എന്നാണല്ലോ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ പിണ്ഡം എന്താണെന്ന് നോക്കാം. പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ എത്ര ദ്രവ്യം അടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അളവിനെയാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇത് രണ്ടുമാണ് PSCക്ക് വരാൻ സാധ്യതയുള്ള എന്താണെന്നുള്ള ഡെഫിനിഷൻ രണ്ടിൻ്റെയും. അടുത്ത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, പദാർത്ഥത്തിൻ്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ് എന്നതാണ്. ഇത് നമ്മൾ ചെറുപ്പം മുതലേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പദാർത്ഥത്തിൻ്റെ ആദ്യത്തെ 3 അവസ്ഥകൾ ഖരം, ദ്രാവകം, വാതകം എന്നിവയാണ്. അത് പഠിക്കാൻ നമുക്കൊരു കോഡിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്ത് നമുക്ക് പുതിയതായിട്ടുള്ളത് 4, 5, 6, 7 ആണ്. അത് പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ എന്നിങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുക പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്, 5ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്, 6ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്, 7ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്, അങ്ങനെയാണ് എക്സാമിന് വരുന്നത്. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ പേര് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ചെയ്യാം. കോഡ് ഇതാണ്, പ്ലാസ്റ്റിക് ബോക്സിൽ പെർഫ്യൂം കോർക്കിട്ട് അടച്ചു വെച്ചു. എന്താണ്? പ്ലാസ്റ്റിക് ബോക്സിൽ പെർഫ്യൂം കോർക്കിട്ട് അടച്ചു വെച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. അപ്പോൾ അതിൽ നിന്ന് പ്ലാസ്മ ആലോചിക്കാം. ബോക്സ് എന്നതിൽ നിന്ന് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആലോചിക്കാം. അടുത്തത് എന്താ? പെർഫ്യൂം എന്നതിൽ നിന്ന് ഫെർമയോണിക് കണ്ടൻസേറ്റ് നമുക്ക് ഓർത്ത് വെക്കാം. കോർക്ക് ഇട്ടിട്ടാണ് അടച്ചു വെച്ചത്. ആ കോർക്കിൽ നിന്ന് ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ ആലോചിക്കാം. ഓക്കെ, നമ്മളിപ്പം പദാർത്ഥത്തിൻ്റെ 7 അവസ്ഥകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു 3 അവസ്ഥകൾ കൂടി നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് 3 എണ്ണം. അത് നമുക്ക് എക്സാംസിന് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചതെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് ആ 3 എണ്ണത്തിൻ്റെ പേര് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, റിഗ്ബർഗ് പോളൻസ്. എന്തൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, റിഗ്ബർഗ് പോളൻസ്. ഇതിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ്? ടൈം കിട്ടിയപ്പോൾ ടോണി ബർഗർ തിന്നു. സിമ്പിളല്ലേ? ടൈം കിട്ടിയപ്പോൾ ടോണി ബർഗർ തിന്നു. ടൈം ക്രിസ്റ്റൽ. എക്സിറ്റോണിയം, അതിൽ ടോണി. റിഗ്ബർഗ് പോളൻസ്, അതിൽ ബർഗർ. അങ്ങനെ നമുക്കത് ആലോചിച്ച് വെക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പഠിച്ച ആ 7 അവസ്ഥകളിലുള്ള ഓരോന്നും വിശദീകരിച്ച് പഠിക്കണം. ഖരം, ദ്രാവകം, വാതകം അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാരണം നമ്മൾ ചെറുപ്പത്തിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതലേ നമ്മൾ ഖരം, ദ്രാവകം, വാതകം അതിൻ്റെ പ്രത്യേകതകളെല്ലാം ഇങ്ങനെ പഠിച്ചു വരുന്നതാണ്. എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കണ്ടില്ലേ? ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് പഴയതൊക്കെ ഓർമ്മ വരും. പഴയ സയൻസ് ടെക്സ്റ്റും അതിൽ ഇതേപോലത്തെ ചിത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിലെന്താ? ഫസ്റ്റ് എന്താ? തന്മാത്രകൾ അടുത്തടുത്തടുത്ത് സ്ഥിതി ചെയ്യാണ്. ദ്രാവകത്തിൽ എന്താ? കുറച്ച് ഗ്യാപ്പുണ്ട്. വാതകത്തിലോ കുറച്ചധികം ഗ്യാപ്പുണ്ട്. അപ്പം ഖരത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുള്ളത്? തന്മാത്രകൾ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെയുണ്ട്? ഖരത്തിന് നിശ്ചിത വ്യാപ്തവും നിശ്ചിത ആകൃതിയുമുണ്ട്. ദ്രാവകമാണെങ്കിൽ നോക്കിക്കേ, തന്മാത്രകൾ തമ്മിൽ അകലം കുറവാണ്, പക്ഷേ അകലമുണ്ട്. ഖരത്തേക്കാൾ അകലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് നിശ്ചിത
വ്യാപ്തമുണ്ട്, ഖരത്തെ പോലെ തന്നെ വ്യാപ്തമുണ്ട്, പക്ഷേ ആകൃതിയില്ല. ഏത് പാത്രത്തിലാണോ നമ്മൾ ദ്രാവകം ഒഴിച്ചു വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ അതേ ആകൃതി അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് വാതകം. വാതകത്തിൻ്റെയാണ് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. അതിനെന്താ, തന്മാത്രകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്, വളരെ അകന്നാണ് തന്മാത്രകൾ തമ്മിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാതകത്തിന് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ആകൃതിയില്ല, അതുപോലെ തന്നെ വ്യാപ്തവുമില്ല. അപ്പം നമ്മൾ ഖരം, ദ്രാവകം, വാതകം എന്നിവ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാസ്മയാണ്. അത് ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ്. പ്ലാസ്മയിൽ എന്തൊക്കെയാണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ്. എന്താണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ്. വളരെ ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയുമാണ്. പ്ലാസ്മ അവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ അയോണീകരിക്കപ്പെടുന്നത്. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, അത് പ്ലാസ്മയിലാണ്. മിന്നലിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. ഏതൊക്കെയായിരുന്നു? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ, വളരെ ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്ലാസ്മ അവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ അയോണീകരിക്കപ്പെടുന്നത്. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയാണ്. മിന്നലിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയാണ്. ഇത് ഓർക്കാനുള്ള കോഡ് ഇതാണ്. പ്രപഞ്ചത്തിലെ സൂര്യൻ്റെയും നക്ഷത്രത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്നും വന്ന ക്രമരഹിതമായ മിന്നലിൻ്റെ വളരെ ഉയർന്ന ചൂട് കാരണം പ്ലാസ്റ്റിക് അയോണീകരിക്കപ്പെട്ടു. പ്രപഞ്ചത്തിലെ സൂര്യൻ്റെയും നക്ഷത്രത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് വന്ന ക്രമരഹിതമായ മിന്നലിൻ്റെ വളരെ ഉയർന്ന ചൂട് കാരണം പ്ലാസ്റ്റിക് അയോണീകരിക്കപ്പെട്ടു. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യം എന്നാലോചിക്കാം. സൂര്യൻ്റെയും നക്ഷത്രത്തിൻ്റെയും കേന്ദ്രഭാഗത്ത് കാണുന്നത് ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ ക്രമരഹിതമായി കാണപ്പെടുന്നത്, മിന്നലിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, വളരെ ചൂട് കൂടിയ ദ്രവ്യം, അതുപോലെ പ്ലാസ്മ എന്നാലോചിക്കാം, പ്ലാസ്റ്റിക്, പിന്നെ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നതും പ്ലാസ്മ അവസ്ഥയിലാണ്. അടുത്തത് 5ാമത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിൽ നമുക്ക് അത് കണ്ടുപിടിച്ച 2 ആൾക്കാരുടെ പേര് മാത്രമേ ഉള്ളൂ. ബോസ് എന്നുള്ള പേര് സത്യേന്ദ്രനാഥ ബോസ് ആണ്. അതുപോലെ ഐൻസ്റ്റീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അടുത്തത് ഫെർമയോണിക് കണ്ടൻസേറ്റ്. അതിനൊരൊറ്റ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, വളരെ താഴ്ന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. ഏറ്റവും ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ്. അടുത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇത് വളരെ ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ തന്നെയാണ്, പ്ലാസ്മയെ പോലെ തന്നെയാണ്. എക്സാമിന് നമുക്ക് ഓപ്ഷനിൽ പ്ലാസ്മ തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആൻസർ വരാം. അതല്ല ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് നമ്മൾ ആൻസർ ചെയ്തേണ്ടത്. അടുത്തത് ക്വാർക്ക് മോഡൽ കണ്ടെത്തിയത് ആരൊക്കെ ചേർന്നാണ്? മുറേൽ ജെൽമാനും ജോർജ് സ്വിഗും ചേർന്നിട്ടാണ് ക്വാർക്ക് ഗ്ലൂവോൺ മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? മുറേ ജെൽമാൻ ആൻഡ് ജോർജ് സ്വിഗ്. പറഞ്ഞാൽ എന്താണ്? എല്ലാ ദ്രവ്യങ്ങളുടെയും പ്രാഥമിക കണമാണ് ക്വാർക്ക്. എന്താണ് ക്വാർക്ക്? എല്ലാ ദ്രവ്യങ്ങളുടെയും പ്രാഥമിക കണമാണ് ക്വാർക്ക്. ക്വാർക്ക് കൂടി ചേർന്നുണ്ടാകുന്ന കണമാണ് ഹാഡ്രോൺ. ക്വാർക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണമാണ് ഹാഡ്രോൺ. മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻⁶ കിലോഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻³ ഗ്രാം ആണ്, 3 കിലോഗ്രാം ആണ്. ഒരു കിൻഡൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. എന്തൊക്കെയാണ്? ഒരു mg എന്ന് പറയുന്നത് 10⁻⁻⁶ കിലോഗ്രാം, ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം, ഒരു കിൻഡൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം, ഒരു ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം. അടുത്ത് നമുക്ക് PSC എക്സാമിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് ദൈവകണം എന്താണെന്നുള്ളത്. ദ്രവ്യത്തിന് പിണ്ഡമെന്ന ഗുണം നൽകുന്ന കണമാണ് ദൈവകണം. എന്താണ്? ദ്രവ്യത്തിന് പിണ്ഡമെന്ന ഗുണം നൽകുന്ന കണമാണ് ദൈവകണം. ദൈവകണം എന്ന പേര് ആദ്യമായി ആവിഷ്കരിച്ചത് ലിഡർമാൻ ആണ്. ദൈവകണം എന്ന പേര് ആദ്യമായി ആവിഷ്കരിച്ചത് ലിഡർമാൻ ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ബോസോൺ എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് പോൾ ഡിറക് ആണ്. ബോസോൺ എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് ആരാണ്? പോൾ ഡിറക് ആണ്. സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ്ബർഗ്
എന്നിവരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ് എന്നിവരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിട്ടുള്ളത്.